Hi students, welcome back to KA Focus. ഇന്ന് നമ്മൾ മെട്രിക്സിനകത്ത് ലാസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിലേക്കാണ് എൻട്രി ചെയ്യുന്നത്. സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിസസ്. എന്താ ഈ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് എന്ന് പറയുന്നത്? ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ട്രാൻസ്പോസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചെയ്ത് നോക്കിയായിരുന്നു. ഓർക്കുന്നുണ്ടോ? റോയും കോളവും ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതുമ്പോഴാണ് നമുക്കൊരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കിട്ടുന്നത്. ഇനി ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പം നമുക്ക് ആ മെട്രിക്സ് തന്നെയാണ് കിട്ടുന്നതെങ്കിൽ, സെയിം മെട്രിക്സ് തന്നെയാണ് കിട്ടുന്നതെങ്കിൽ അതിനെ നമ്മൾ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയും. സിമെട്രിക് മെട്രിക്സ് എന്ന് പറയും. ഇനി ട്രാൻസ്പോസ് എടുക്കുമ്പം സെയിം മെട്രിക്സ് അല്ല, മൈനസ് ഓഫ് ആ മെട്രിക്സ് ആണ് കിട്ടുന്നതെങ്കിൽ, മൈനസ് എ ആണ് കിട്ടുന്നതെങ്കിൽ അതിന് നമ്മൾ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയും. ക്ലിയർ ആയോ? അതായത് എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആണെങ്കിൽ അത് സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. എ ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് എ ആണ് കിട്ടുന്നതെങ്കിൽ അത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്കിന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. ഷോ ദാറ്റ് ദ മെട്രിക്സ്, ഒരു മെട്രിക്സ് നമുക്കിവിടെ തന്നിട്ടുണ്ട്, അത് സിമെട്രിക് ആണോ എന്ന് പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് സിമെട്രിക് ആകാനുള്ള കണ്ടീഷൻ എന്താ? ഇത് സിമെട്രിക് ആകണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ നമുക്ക് എന്ത് തന്നെ കിട്ടണം? സെയിം മെട്രിക്സ് തന്നെ കിട്ടണം. അതായത് ട്രാൻസ്പോസ് എടുത്താൽ ഈ മെട്രിക്സ് തന്നെയാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് അതിന് എന്തെന്ന് പറയാം? സിമെട്രിക് മെട്രിക്സ് എന്ന് പറയാം. ഓക്കെ, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. തന്നിരിക്കുന്നത് 1 - 1 5 - 1 2 1 5 1 3. ഓക്കെ, ഇതിൻ്റെ ട്രാൻസ്പോസ് എങ്ങനെ എഴുതുന്നത്? ട്രാൻസ്പോസ് എഴുതാനായിട്ട് റോയും കോളവും കൂടി ഇൻ്റർചേഞ്ച് ചെയ്യുക അല്ലേ? ഫസ്റ്റ് റോ എടുത്ത് ഫസ്റ്റ് കോളം ആക്കി എഴുതുക. സെക്കൻഡ് റോ ചേഞ്ച് ടു സെക്കൻഡ് കോളം. തേർഡ് റോ ചേഞ്ച് ടു തേർഡ് കോളം. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. ഫസ്റ്റ് എലമെൻറ്റ് 1 ആണ്, സെക്കൻഡ് എലമെൻറ്റ് -1, ദെൻ അടുത്തത് 5, സെക്കൻഡ് റോ വരുമ്പോഴത്തേക്കും -1 -1 2 1 അല്ലേ? എല്ലാം സെയിം അല്ലേ? എന്ന് വെച്ചാൽ എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ മെട്രിക്സിന് എന്ത് പറയാം? സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പറയാം. ഓക്കെ, അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഷോ ദാറ്റ് ദ മെട്രിക്സ്, ഒരെണ്ണം തന്നിട്ടുണ്ട്, അതെന്താണെന്ന് പ്രൂവ് ചെയ്യാനാണ് നമുക്ക് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത്. സ്ക്യൂ സിമെട്രിക് ആണോ എന്ന് പ്രൂവ് ചെയ്യാനാണ് നമുക്ക് ക്വസ്റ്റിനിൽ ചോദിച്ചിരിക്കുന്നത്. സ്ക്യൂ സിമെട്രിക് ആകാനുള്ള കണ്ടീഷൻ എന്തായിരുന്നു? എ ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് എ ആണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെന്ന് പറയാം. ഓക്കെ, ചെക്ക് ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ റോയും കോളവും കൂടി ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. സോറി, ഈക്വൽ ടു അല്ല, എ ട്രാൻസ്പോസ്. First row changed to first column 1 - 1. Second row changed to second column -1 0 1. Then the third one is 1 - 1 0. ഇനി നോക്കിക്കേ, ഇതിനകത്ത് എലമെൻറ്റ് സെയിം ആണോ? 0 0 1. ഇവിടെ -1 ആണ്, ഇവിടെ -1 ആണ്, ഇവിടെ +1 ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു മൈനസ് സൈൻ നമുക്ക് പുറത്തേക്ക് എടുത്ത് നോക്കാം. മൈനസ് പുറത്തെടുത്താൽ അകത്തുള്ള എല്ലാത്തിൻ്റെയും സൈൻ ചേഞ്ച് ആവും. 0 അതുപോലെ തന്നെ വരും. -1 +1 ആയിട്ട് മാറും, 1 -1 ആയിട്ട് മാറും, ദെൻ +1 -1 ആയി 0, ദെൻ +1, ദെൻ -1 ചേഞ്ച് ടു 1 -1 0. ഇനി നോക്കിക്കേ, ഈ മെട്രിക്സും സെയിം ആണോ എന്ന്. 0 1 -1 -1 0 1 1 -1 0. ഇവിടെയും സെയിം തന്നെയാണ്. -1 0 1 1 -1 0. That means it is equal to -a. That is, A transpose is equal to -a. Therefore, this matrix is skew symmetric matrix.
ക്ലിയർ ആയോ? സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഓക്കെ, പക്ഷെ നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നത് സാധാരണ കണ്ടോ, ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫോർ ദ മെട്രിക്സ് 1 5 6 7 വെരിഫൈ ദാറ്റ് A plus A transpose is a symmetric matrix എന്നും A minus A transpose is a skew symmetric matrix എന്നും പ്രൂവ് ചെയ്യാനാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. ഫസ്റ്റ് വൺ എന്താ ചോദിച്ചിരിക്കുന്നത്? A plus A transpose is symmetric. നമുക്കറിയാം A സിമെട്രിക് ആകാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് A ട്രാൻസ്പോസ് ഈക്വൽ ടു A ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ A പ്ലസ് A ട്രാൻസ്പോസ് സിമെട്രിക് ആകാനുള്ള കണ്ടീഷൻ എന്തായിരിക്കണം? A പ്ലസ് A ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു A പ്ലസ് A ട്രാൻസ്പോസ് ആയിരിക്കണം. A ട്രാൻസ്പോസ് ഈക്വൽ ടു A. ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് A പ്ലസ് A ട്രാൻസ്പോസ് സിമെട്രിക് ആണോ എന്നാണ്. എന്ന് വെച്ചാൽ A പ്ലസ് A ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടണം? A പ്ലസ് A ട്രാൻസ്പോസ് തന്നെ കിട്ടണം. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്കൊന്ന് എഴുതി നോക്കാം. A തന്നിട്ടുണ്ട് 1 5 6 7 ആണ്. പ്ലസ് A ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ 1 5 6 7 അല്ലേ? റോയും കോളവും ചേഞ്ച് ചെയ്ത് എഴുതി. ഈക്വൽ ടു 1 1 2 വരും. 5 6 11 6 5 11 7 7 14. A പ്ലസ് A ട്രാൻസ്പോസ് നമുക്കിവിടെ കിട്ടി. ഇനി അതിൻ്റെ ഹോൾ ട്രാൻസ്പോസ് എടുത്താലോ? ഹോൾ ട്രാൻസ്പോസ് എടുത്താലോ? 2 11 11 14. അല്ലേ? ഇതിൻ്റെ റോയും കോളവും ഇൻ്റർചേഞ്ച് ചെയ്തു. ഇനി നോക്കി, കിട്ടിയിരിക്കുന്ന രണ്ട് സെയിം അല്ലേ? അതായത് A പ്ലസ് A ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു A പ്ലസ് A ട്രാൻസ്പോസ് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ A പ്ലസ് A ട്രാൻസ്പോസ് ഇസ് എ സിമെട്രിക് മെട്രിക്സ്. A പ്ലസ് A ട്രാൻസ്പോസ് എന്തായിരിക്കും? സിമെട്രിക് ആയിരിക്കും. ഇനി അടുത്ത എന്താ നമുക്ക് ചോദിച്ചിരിക്കുന്നത്? A മൈനസ് A ട്രാൻസ്പോസ് സ്ക്യൂ സിമെട്രിക് ആണോ എന്ന്. സ്ക്യൂ സിമെട്രിക് ആകാനുള്ള കണ്ടീഷൻ എന്താ? ഇതിൻ്റെ ഹോൾ ട്രാൻസ്പോസ് എടുക്കുമ്പം നമുക്ക് മൈനസ് ഓഫ് A മൈനസ് A ട്രാൻസ്പോസ് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ചെയ്ത് നോക്കാം. A എന്ന് പറയുന്നത് 1 5 6 7 ആണ്. മൈനസ് A ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ 1 5 6 7 നമ്മൾ ചേഞ്ച് ചെയ്ത് എഴുതി. റോയും കോളവും സോൾവ് ചെയ്യുമ്പോൾ 1 മൈനസ് 1 0, 5 മൈനസ് 6 മൈനസ് 1, 6 മൈനസ് 5 1, 7 മൈനസ് 7 0. ഓക്കെ, അപ്പം നമുക്ക് എന്താ കിട്ടിയത്? A മൈനസ് A ട്രാൻസ്പോസ് എന്താന്നുള്ളത് കിട്ടി. A മൈനസ് A ട്രാൻസ്പോസ് എന്താന്നുള്ളത് കിട്ടി. ഇനി നമുക്ക് A മൈനസ് A ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് എന്താന്ന് നോക്കാം. A മൈനസ് A ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് വെച്ചാൽ ഇതിൻ്റെ റോയും കോളം കൂടി ഇൻ്റർചേഞ്ച് ചെയ്തല്ലേ എഴുതേണ്ടത്. 0 മൈനസ് 1 1 0. ഇതും സെയിം ആണോ? ഇതാണ് A പ്ലസ് A ട്രാൻസ്പോസ് A മൈനസ് A ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഇതാണ്. A മൈനസ് A ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് രണ്ട് സെയിം ആണോ? അല്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു മൈനസ് സൈൻ പുറത്തെടുക്കാം. 0 മൈനസ് 1 1 0. ഇതാരാ? A മൈനസ് A ട്രാൻസ്പോസ് ആണ്. പക്ഷെ പുറത്ത് ആരുണ്ട്? ഒരു മൈനസ് സൈൻ ഉണ്ട് അല്ലേ?
മൈനസ് സൈൻ ഉണ്ട്, എന്നിട്ടാണ് എ മൈനസ് എ ട്രാൻസ്പോസ് ആണ് നമുക്ക് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ എ മൈനസ് എ ട്രാൻസ്പോസ് ഈസ് skew symmetric. Why? If A transpose equal to minus A, the matrix is skew symmetric. Clear ആയോ? എക്സാമിന് ഈ പാറ്റേണിലായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് സിംപ്ലിഫൈ ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് പാറ്റേൺ ക്വസ്റ്റ്യനും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. എക്സ്പ്രസ് ദ ഫോളോയിങ് മെട്രിക്സ് ആസ് ദ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് ചെയ്ത ഈ ക്വസ്റ്റ്യനും ഇനിയിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യനും ഒരു 3 or 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും വരുന്നത്. സാധാരണ 3 അല്ലെങ്കിൽ 4 മാർക്കായിട്ടായിരിക്കും വരുന്നത്. നമ്മൾ ആദ്യം ചെയ്ത 2 ക്വസ്റ്റ്യൻ, അതായത് സിമെട്രിക്കോ സ്ക്യൂ സിമെട്രിക്കോ പ്രൂവ് ചെയ്യാനുള്ളതാണെങ്കിൽ അതൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ടായിരിക്കും വരുന്നത്. ഒരു 2/2 മെട്രിക്സ് ആണെങ്കിൽ ചിലപ്പോൾ അതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിക്കും. 3/3 ആണെങ്കിൽ 2 മാർക്കായിട്ട് ചോദിക്കാം. പക്ഷേ ഇപ്പോൾ ഓൾറെഡി നമ്മളിപ്പം പ്രൂവ് ചെയ്ത് കഴിഞ്ഞതും ഈ ക്വസ്റ്റ്യനും സാധാരണ ഒരു 3 or 4 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം പ്രോബ്ലംസ് ഇമ്പോർട്ടൻ്റ് ആണ്, സ്കിപ്പ് ചെയ്ത് കളയരുതും, പഠിച്ചോണം. ഇവിടെ ഈ മെട്രിക്സിനെ ഒരു സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ സം ആയിട്ട് എഴുതാൻ പറ്റുമോ എന്നാണ് നമ്മളത് ചോദിച്ചിരിക്കുന്നത്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. സാധാരണ ഒരു മെട്രിക്സിനെ നമുക്ക് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെ സം ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അതായത് ഒരു മെട്രിക്സ് എ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മെട്രിക്സ് എ ഈസ് ഈക്വൽ ടു സം ഓഫ് പി പ്ലസ് ക്യൂ. പിയുടെയും ക്യൂവിൻ്റെയും സം ആയിരിക്കും. പക്ഷെ കണ്ടീഷൻ എന്താണ്? പി എന്ന് പറയുന്നത് സിമെട്രിക് മെട്രിക്സ് ആയിരിക്കണം, ക്യൂ എന്ന് പറയുന്നത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കണം. ഇതാണ് കണ്ടീഷൻ. ഓക്കെ, നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് 3 5 1 -1 3 5 1 -1. നമ്മളിവിടെ ലെറ്റ് എ ഈക്വൽ ടു പി പ്ലസ് ക്യൂ എന്ന് എടുക്കുകയാണ്. പക്ഷെ പി എന്ന് പറയുന്നത് ഹാഫ് ഓഫ് എ പ്ലസ് എ ട്രാൻസ്പോസ് ആയിട്ട് എടുക്കുകയാണ്. ഹാഫ് ഓഫ് എ പ്ലസ് എ ട്രാൻസ്പോസ് ദാറ്റ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ എന്ന് പറയുന്നത് 3 5 1 -1 ആണ്, പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറയുമ്പം ഇതിൻ്റെ റോയും കോളവും ഇൻ്റർചേഞ്ച് ചെയ്താൽ കിട്ടുന്നത് 1 -1 ഹാഫ് ഉണ്ട്. ഇവിടെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് നമ്മൾ ആഡ് ചെയ്താൽ മതി. 6 then 6 -1 + 1 sorry -1 -1 -2 that equal to 3 3 -1. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഇത് സിമെട്രിക് ആകാനുള്ള കണ്ടീഷൻ എന്താ? പി ട്രാൻസ്പോസ് എടുത്താൽ നമുക്ക് പി കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. പി ട്രാൻസ്പോസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ റോ എടുത്ത് കോളമാക്കി എഴുതി. ഇനി സെക്കൻഡ് റോ എടുത്ത് സെക്കൻഡ് കോളമാക്കി എഴുതണം. നോക്കിയേ, പി ട്രാൻസ്പോസ് നമുക്ക് പി തന്നെ കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ ഇത് സിമെട്രിക് അല്ലേ? ഇത് സിമെട്രിക് ആണ്. അതേപോലെ നമ്മൾ ക്യൂവിന് ഹാഫ് ഓഫ് എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് എടുക്കുകയാണ്. ദാറ്റ് ഈക്വൽ ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് അല്ലേ?
എ നമുക്ക് ആദ്യം എഴുതാം. എ ആരായിരുന്നു? 3ഉം 5ഉം 1ഉം -1ഉം ആയിരുന്നു. മൈനസ് അതിൻ്റെ ട്രാൻസ്പോസ് എഴുതണം. 3 5 എഴുതി, 1 -1 എഴുതി. -3 0, 5 -1 4, 1 -5 -4 -1 +1. എങ്ങനെയാ? മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും. അപ്പോൾ -1 +1 വരുമ്പോൾ ഇതങ്ങ് 0 ആയിട്ട് മാറും. ഓക്കെ, നമുക്കിനി ഇവിടുന്ന് ക്യൂ ട്രാൻസ്പോസ് എടുക്കുമ്പം എന്താ കിട്ടുന്നതെന്ന് നോക്കാം. ഹാഫ് അവിടെ ഉണ്ട്. 0 4 -4 0 ആയിരുന്നു അല്ലേ? അതിൻ്റെ റോയും കോളും നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതുമ്പം 0 4 വരും, ദെൻ -4 0 എന്ന് വരും. നേരത്തെ കിട്ടിയതിനകത്ത് ഇത് +4 ആയിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾ വർക്കൗട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇവിടെ വരുന്ന ടേം -4 ആണ്. അതുപോലെ നേരത്തെ ഇത് മൈനസ് ആയിരുന്നു, ഇവിടെ നമുക്ക് കിട്ടിയത് പ്ലസ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇതിനകത്ത് ഒരു മൈനസ് സൈൻ അങ്ങ് പുറത്തേക്ക് എടുക്കും. ഹാഫ് ഉണ്ട്, 0 -2, സോ അല്ല, മൈനസ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞപ്പോൾ ഇത് പ്ലസ് ആയിട്ട് മാറും അല്ലേ? ഇവിടെ ഒരു ക്യാൻസൽ ചെയ്തേരെ. ഈ -2 ഹാഫ് കൊണ്ട് നമുക്ക് അകത്ത് ഡിവൈഡ് ചെയ്തിട്ട് ബാക്കി സോൾവ് ചെയ്യാം. അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. 0 -2 ദെൻ 2 0. ഇതിൻ്റെ ട്രാൻസ്പോസ് എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0 -2 2 അതും ക്യാൻസൽ ചെയ്തേക്കാം. ബാക്കി നമുക്കിത് സിംപ്ലിഫൈ ചെയ്ത് ഇവിടെ തന്നെ എഴുതിയാൽ മതി അല്ലേ? ഓക്കെ, 0 -2 4 0. ക്യൂ നമുക്ക് കിട്ടിയത് ഹാഫ് ഇൻറ്റു 0 4 -4 0 എന്നാണ്. അപ്പോൾ ആ ഹാഫ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പം 0 2 -2 0 എന്നാണ്. ഇനി ഇത് രണ്ടും കൂടി ചെക്ക് ചെയ്ത് നോക്കിക്കേ. ഇവിടെ എന്ന് പറയുന്നത് -2 ആണ്, ഇത് +2 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു മൈനസ് സൈൻ നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ 0 -2 2 0 എന്ന് കിട്ടും. 0 -2 2 0 എന്ന് വരും. ദാറ്റ് ഈക്വൽ ടു -q ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ക്യൂ ട്രാൻസ്പോസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി? -q എന്ന് കിട്ടി. ക്യൂ ട്രാൻസ്പോസ് ഈക്വൽ ടു -q ആണെങ്കിൽ ഇത് എന്ത് മെട്രിക്സ് ആയിരിക്കും? സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. ഒന്നുകൂടി ചെക്ക് ചെയ്തോണം. ക്യൂ ഈക്വൽ ടു ഹാഫ് ഓഫ് A - A ട്രാൻസ്പോസ് എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഹാഫ് ഇൻറ്റു A - A ട്രാൻസ്പോസ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഹാഫ് ഇൻറ്റു 0 4 -4 0 എന്നാണ് നമുക്ക് വരുന്നത്. ഈ 2 കൊണ്ട് നമുക്ക് അങ്ങ് ഡിവൈഡ് ചെയ്തേക്കാം. 0 2 വരും, -2 0 എന്ന് വരും. ഇനി നമ്മളിവിടെ ക്യൂ ട്രാൻസ്പോസ് എടുക്കുന്നു. ക്യൂ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതാണ്, 0 -2 2 0 എന്നാണ്. അങ്ങനെയെങ്കിൽ ക്യൂ ഈക്വൽ ടു നമുക്ക് ഇതാ കിട്ടിയത്. ക്യൂ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് 0 -2 2 0 എന്നായിരുന്നു. ഇതിനകത്ത് ഒരു മൈനസ് പുറത്തേക്ക് എടുക്കുമ്പോഴത്തേക്കും 0 -2 2 0 എന്ന് വരും. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് -q ആണ്. അങ്ങനെയെങ്കിൽ ക്യൂ ട്രാൻസ്പോസ് ഈക്വൽ ടു -q എന്ന് കിട്ടി. അതെന്ത് മെട്രിക്സ് ആണ്? സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. ഓക്കെ, ക്ലിയർ ആയോ? പക്ഷെ ഇതുകൊണ്ട് നമ്മുടെ പ്രോബ്ലം തീർന്നില്ല. നമുക്ക് എന്തെന്നും കൂടി പ്രൂവ് ചെയ്യണം. A ഈക്വൽ ടു P + Q ആണോ എന്ന് കൂടി നമുക്കൊന്ന് പ്രൂവ് ചെയ്യണം.
എ എന്ന് പറയുന്നത് 351 - 1 ആയിരുന്നു. പി എന്ന് പറയുന്നത് നമുക്ക് സിംപ്ലിഫൈ ചെയ്തപ്പം കിട്ടിയത് 333 - 1 എന്നാണ്. പ്ലസ് ക്യൂ എന്ന് പറയുന്നത് നമുക്ക് സോൾവ് ചെയ്തപ്പോൾ കിട്ടിയത് 02 - 20 എന്നാണ്. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 3 5 3 - 2 1 -1 0 -1. എ എന്താന്ന് കിട്ടി? പി പ്ലസ് ക്യൂ ആന്ന് കിട്ടി. എന്ന് വെച്ചാൽ നമുക്ക് എ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ദ മെട്രിക്സ് എ ക്യാൻ ബി റിട്ടൺ ആസ് ദ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. ഓക്കെ ആണോ? ക്ലിയർ ആയോ? ഒരു ക്യൂ ട്രാൻസ്പോസ് കണ്ടുപിടിച്ചെടുത്ത് ഒരു ചെറിയൊരു കൺഫ്യൂഷൻ വന്നായിരുന്നു, ഒന്ന് ക്ലിയർ ചെയ്തോണേ. അതായത് ഹാഫ് ഓഫ് എ മൈനസ് എ ട്രാൻസ്പോസ് ആണ്. ഹാഫ് ഓഫ് എ മൈനസ് എ ട്രാൻസ്പോസ് എഴുതി അത് നമ്മൾ സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് 04 - 4 0 എന്നാണ്. ഹാഫ് കൊണ്ട് 2 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുമ്പം 02 - 2 0 എന്ന് വരും. പിന്നെ നമ്മളിവിടെ ക്യൂ ട്രാൻസ്പോസ് എടുക്കുമ്പോഴത്തേക്കും 0 - 2 2 0 എന്ന് വരും. പക്ഷെ ക്യൂ എന്ന് പറയുന്നത് 02 - 2 0 ആയിരുന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ നിന്ന് ഒരു മൈനസ് പുറത്തേക്ക് എടുക്കുമ്പം 2 - 2 2 0 എന്ന് വരും. അത് മൈനസ് ക്യൂ ആണ്. അങ്ങനെയെങ്കിൽ ക്യൂ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ സാധാരണ ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. 3 അല്ലെങ്കിൽ 4 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കും പഠിക്കുമ്പോഴത്തേക്കും ഇതുപോലുള്ള പ്രോബ്ലംസ് ചെയ്ത് പഠിച്ചോണം. ഓക്കെ, അപ്പോൾ ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. സ്ഥിരമായിട്ട് പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതും. കഴിഞ്ഞ വീഡിയോസിനൊക്കെ ഒത്തിരി നല്ല സപ്പോർട്ട് തന്ന് കമൻസ് ഇട്ട് ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് കേട്ടോ. ഇനി ഇതും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുതേ, സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.